ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്നൊരു ഷോർട്ട് റിവ്യൂ ഓഫ് ഐഫോൺ 15 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എൻ്റെ ഐഫോൺ 15 256 GB ബ്ലാക്ക് കളറാണ്. ഈ പടം നോക്കണ്ട, ഞാൻ സ്കിന്നോട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവരുടെ ബാക്കിയുള്ള കളേഴ്സൊക്കെ തനി വേസ്റ്റാണ്, ഭയങ്കര സെറ്റില്ല. നമുക്ക് എന്തോ ഒരു സ്കിൻ ഒട്ടിച്ച പോലെയാണ്. അതിൻ്റെ എംബ്ലോ സംഭവം ഒന്നും കാണില്ല. കുറേ പേര് ഈ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിക്കുന്നത്. പക്ഷേ ഞാൻ കേസ് ഇട്ട് ഉപയോഗിക്കുന്ന കാരണം ഇത് ഒട്ടിച്ചു എന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് റെഡ് ആകുമ്പോൾ അത്യാവശ്യം നല്ല കളർ വരുമല്ലോ. ഞാൻ അതെല്ലാത്തിനും ഒട്ടിച്ചിട്ടുണ്ട്, ഇതിന് മാത്രമൊന്നുമല്ല. എൻ്റെ പിക്സലിനായാലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിന് എനിക്ക് കിട്ടിയില്ല ഒട്ടിക്കാൻ. അപ്പോൾ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത് ആക്ച്വലി നല്ല ഡീലിനാണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഐഫോൺ 13 ഉണ്ടായിരുന്നു, അതെനിക്ക് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നു അപ്ഡേറ്റിന് ശേഷം. അതിനുശേഷം ഞാൻ എക്സ്ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കാരണം. എന്ന് വെച്ചാൽ എൻ്റെ ഐഫോൺ 13 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.5 കൊല്ലം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്ഡേറ്റിന് ശേഷം സാധനം ഡിസ്പ്ലേ വൈറ്റ് സ്ക്രീൻ ഇഷ്യൂസ് സംഭവമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കാരണം. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇപ്പോൾ ഐഫോൺ 13 ഉള്ള ഒരാൾക്ക് ഐഫോൺ 15 മാറണം. പ്രത്യേകിച്ച് പുതിയ ഫോണൊക്കെ ആണെങ്കിൽ, നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഐഫോൺ 13 എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചേഞ്ചസ് ഉണ്ട്. മെയിനായിട്ട് ടൈപ്പ് സി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ പിക്സൽ ഉപയോഗിക്കുന്നുണ്ട്, S23 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ഞാൻ ആകെ ഒരു കേബിൾ, ഇതിൻ്റെ ബോക്സിലത്തെ കേബിൾ ഞാൻ എടുത്തിട്ട് പോലും ഇല്ല. എല്ലാത്തിനും കൂടി എന്ന് വെച്ചാൽ അതെല്ലാം PD ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും കൂടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കേബിളാണ്. ഞാൻ ആ പിക്സലിൻ്റെ കേബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ചാർജർ ആയിക്കോട്ടെ, ചാർജറാണെങ്കിൽ നമ്മൾ ഈ ഹണിവെല്ലിൻ്റെ 45 വാട്ടിൻ്റെ GAN ചാർജർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ചാർജ് ചെയ്യാം. എൻ്റെ പവർ ബാങ്ക് ആയാലും എല്ലാം ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് ആയിക്കോളും. 2 എണ്ണം കുത്താൻ പറ്റുന്നതുണ്ടോ. ഇതിന് ഓൾമോസ്റ്റ് 1500 രൂപ സംഭവം നമുക്ക് ആമസോണിലുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കണ്ടോക്കാൻ ഇതിന് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിൽ. പിന്നെ അത് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്, മുമ്പത്തെക്കാട്ടും ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അത് ശരിക്കും ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യൂട്ടാ. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബാക്കി ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്, അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. മറ്റേതാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് നൂരിട്ട് തുടക്കലായിരുന്നു എനിക്ക് പണി. അത് മറ്റേതിൻ്റെ ഗ്രീൻ കളറായിരുന്നു, എന്നിട്ട് പോലും അത് ഭയങ്കരമായിട്ട് എന്താ പറയുക പാടും സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ഇത് മാറ്റ് ഫിനിഷാണ്, ബ്ലാക്ക് ആണ്. അപ്പോൾ എനിക്കിത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഇത്ര കാലമായിട്ട് വാങ്ങിച്ചൊരു സാധനം ക്ലീൻ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് വല്ലതും കണ്ടത് അതാണ് മാറ്റ് ഫിനിഷിൻ്റെ ഗുണം. സൈഡും മാറ്റ് ഫിനിഷാണ് കണ്ടോ, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നത് ടോപ്പ് നോച്ചാണ്. നമുക്കിതിൽ നമ്മുടെ ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയട്ടോ. നമുക്കിതിൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. പക്ഷെ അത് എടുത്ത് പറയേണ്ട ഒരു കോൺ തന്നെയാണ്. പക്ഷെ എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഗെയിമിംഗ് കളിക്കാത്തത് കൊണ്ടായിരിക്കാം. ഗെയിമിംഗ് കളിക്കുന്നവർക്ക് എന്തായാലും ഫീൽ ആവും, അല്ലാത്തവർക്ക് എനിക്ക് വലിയ ഇഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. പറയുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഡൈനാമിക് ഐലൻഡ് എന്തുകൊണ്ടും ബെറ്റർ ആണ് നമ്മുടെ നോച്ചിനെക്കാട്ടും കേട്ടോ. അത് വെച്ച് തന്നെ ഇപ്പോൾ 13 14 പറയുമ്പോൾ അത് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. 13 14 അപ്പോൾ അതിൽ നോച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കാട്ടൊക്കെ ഇരട്ടി വേദമായി സാധനം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് നിങ്ങൾ ഐഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ റീസെൻ്റ് ഐഫോൺ 16 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 15 വാങ്ങിച്ചാൽ മതി. നമുക്ക് ഐഫോൺ 13 ആയാൽ നമുക്ക് 50 രൂപയ്ക്ക് റേഞ്ചിലാണ് കിട്ടും. ഈ സാധനം നമുക്കൊരു 64 രൂപയ്ക്ക് നമുക്ക് ഓഫറിലൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10 രൂപ കൂടി ചേർത്തിട്ട് ഈ സാധനം വാങ്ങിക്കാൻ നോക്കുക. ഇപ്പം ഈ കാലത്ത് ഐഫോൺ 13 ഒന്നും പോയി വാങ്ങിക്കരുതിട്ട്. അത് ഓൾറെഡി 2-3 കൊല്ലം പഴയതാണ്. അപ്പോൾ അതൊന്നും പോയി വാങ്ങിക്കരുത്. ഐഫോൺ 13 14 14 വാങ്ങിക്കാനാണെങ്കിൽ 13 വാങ്ങിച്ചാൽ മതി. അതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതിന് ചുമ്മാ വെറുതെ 10 രൂപ എക്സ്ട്രാ കളയണ്ട, അത് ഒരു കാര്യമില്ല, വേസ്റ്റാണ്. അത് തനി സെയിം സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സെൻസർ മാറിയിട്ടുണ്ട്, ക്യാമറയുടെ 48 മെഗാപിക്സൽ. അപ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ 13 ക്യാമറ പെർഫോമൻസും 15 ക്യാമറ പെർഫോമൻസും നല്ല വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് സെൽഫി ക്യാമറയൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. ഓവറോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എനിക്ക് അത്യാവശ്യം നല്ല DL കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്ററി ബാക്കപ്പും കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 20 വാട്ടാണ് ഒരു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 23 വാട്ട് 24 വാട്ട് വരെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. നമ്മുടെ മെയിൻ ചാനൽ പോർട്ടോണിക്സിൻ്റെ ഒരു വയർ ഇട്ട് ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ നമുക്ക് വിത്ത് ചാർജിങ് LED ഡിസ്പ്ലേ ഉള്ളത് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് 23-24 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരെ കിട്ടുന്നുണ്ടായിരുന്നു ഇതിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായിരിക്കും S23 S24 നമുക്ക് 25 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ചുകൂടി പ്രൈസ് പറഞ്ഞാൽ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയേനെ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ പെർഫോമൻസ് ആയാലും കൊള്ളാം. എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. എനിക്ക് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്.
അപ്പോൾ അത് ഇഷ്യൂ ഉള്ളവർക്കാണ് പിന്നെ പ്ലസ് കണ്ടത്. പ്ലസ് വരുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും. പക്ഷെ എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ സൈസാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ശേഷം എൻ്റെ എല്ലാ ഡിസ്പ്ലേയും ചെറുതാണ്. S23 ചെറുതാണ്, പിക്സൽ കുറച്ച് വലുതാണ്, പിന്നെ ഐഫോൺ നമ്മുടെ OnePlus 11 കുറച്ച് വലുതാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഹാൻഡി ആയിട്ട് തോന്നുന്നു ഈ സൈസ് സാധനങ്ങളാണ്. അപ്പോൾ അത് എടുത്ത് പറയാണ്ട് ചെയ്യാൻ വയ്യ. പിന്നെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയായിരിക്കും, പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. റീസെൻ്റ്ലി പക്ഷെ കുറേ ബാങ്ക് ആപ്പുകളിലൊക്കെ കുറേ ബഗ്ഗും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. ഇനി ഐഫോൺ നമ്മുടെ iOS 18 വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുമെന്ന് പറയാൻ പറ്റില്ല. കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇന്റലിജൻസ് ഒന്നും 15 Pro Max തൊട്ട് വരുന്നുള്ളൂന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഇനി 15 വന്നാലായി, എന്തെങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് ഇനി 15 വന്നാലായി. പക്ഷെ അത് കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് 15 Pro 16 Pro വാങ്ങിക്കാന്നൊരു ഉദ്ദേശമില്ല. അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ തന്നെ കുറേ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ആപ്പിള്. ഇപ്പൊ കുറെ പണി കിട്ടിയിട്ടുണ്ട് EU കാരണം. അങ്ങനെ കുറച്ച് പണികളും ഭാഗ്യങ്ങളും ഉണ്ടായി, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഇപ്പൊ Type-C വന്നതൊക്കെ EU കാരനാണ്. അത് അവരെ നമിക്കണം. അപ്പൊ എന്തായാലും ഓവറോൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാം. ഭയങ്കര വലിയ സാറ്റിസ്ഫൈഡ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ 1.5 കൊല്ലമായ ആപ്പിൾ iPhone 13 അപ്ഡേറ്റിന് ശേഷം കംപ്ലൈന്റ് വന്നത് തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ആക്ച്വലി കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനൊക്കെ പോയതാണ്. പിന്നെ ഞാൻ അത് എക്സ്ചേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡീൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ആ വഴിക്ക് പോയതാണ്. അല്ലെങ്കിൽ ഞാൻ അത് കംപ്ലൈന്റ് സംഭവമൊക്കെ പോയതാണ്. എന്ന് വെച്ചാൽ നമുക്ക് സമയനഷ്ടമാണ്. എൻ്റെ മെയിൻ ഫോൺ, പ്രൈമറി ഫോൺ അതായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക എക്സ്ചേഞ്ച് ഡീൽ കിട്ടിയപ്പോൾ ഞാൻ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ശരിക്കും കേസിന് പോയത് അവർക്കെതിരെ. എന്ന് വെച്ചാൽ OnePlus പോലും അവരുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ സംഭവം വന്ന അവർ വൗച്ചേഴ്സ് സംഭവം കൊടുക്കുന്നുണ്ട്. ഇവരൊരു മാങ്ങി തരില്ല. ഇവർ ആദ്യം പറഞ്ഞ് 25,000 രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞ ഡിസ്പ്ലേക്ക്. അപ്പൊ അങ്ങനത്തെ ഇടിവെട്ട് കസ്റ്റമർ കെയർ ആപ്പിളില്ല. അത് വേറെ കാര്യം. പണ്ടായിരുന്നു നല്ലത്, ഇപ്പൊ തനി കൂതറയാ. അടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. കുറെ പേര് ഈ എംബളം കിട്ടാൻ പിന്നാലെ വായുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ ഗുണം. 10 പൈസക്ക് വലിയ സാധനം പോട്ടാ. റീസെയിൽ വാല്യൂ ഒന്നും ഇല്ല, അത് വേറെ കാര്യം. ഇത് വിചാരിച്ച് ഓടൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് നിങ്ങൾ ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 15 തന്നെ എടുത്താൽ മതി. അതിന്റെ താഴേക്ക് പോകണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. നമ്മുടെ 2 ചാനൽ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആണ്.